ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലങ്ങളായി കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളും കൊണ്ട് കേരള ടു കാശ്മീർ പോയപ്പോഴായിരുന്നു. പിന്നെ രണ്ടാമത് വീഡിയോ ഇട്ടത് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ബൈക്കിൽ പോയപ്പോഴായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ട്രിപ്പ് പോവാണ്. അതും നമ്മളെ പഴയ സൈക്കിൾ, നിങ്ങൾ പഴയ സൈക്കിൾ കണ്ടിട്ടുണ്ടാവും. ആ സൈക്കിളും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്ഥലത്തേക്കാണ്, സ്റ്റേറ്റുകളിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അതായത് നേപ്പാൾ നമ്മളെ ഫസ്റ്റ് രാജ്യമായിരിക്കും. ഇന്നേ വരെ അവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വഴികളിലൊക്കെ സഞ്ചരിച്ച് പല പല ഗ്രാമങ്ങളിലൂടെയും അങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ പോകാൻ പോകുന്നത്. അതും സൈക്കിളിലാണ് പോകുന്നത്. അപ്പോൾ ടൈം ഇഷ്ടം പോലെയാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ പഴയ സൈക്കിൾ ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറേ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. നമ്മളെ പഴയ സൈക്കിൾ തന്നെയാണ് പോകുന്നത്, പക്ഷേ അതിന് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് റോഡുകളിലൂടെ അല്ല പോകുന്നത്, ഫുൾ കയറ്റവും ഇറക്കവും മാത്രമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിയറും സെറ്റപ്പൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൈക്കിളൊന്ന് കണ്ടു നോക്കാം. ഇതാ നമ്മളെ സെയിം സൈക്കിൾ തന്നെ, അതിൽ ജസ്റ്റ് ഒരു മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്രാങ്ക് സെറ്റ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ക്യൂസിൻ്റെ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ക്യൂസിൻ്റെ 2x9 ആയിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ നമ്മളെ ഗിയറിൽ ഈ ഫസ്റ്റ് ടോപ്പിലുള്ളത് കിട്ടില്ല, ലോ എൻഡിലുള്ള മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. ഏതെങ്കിലും ഒന്നേ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ലോ എൻഡിലുള്ളതാണ് വർക്ക് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാസറ്റ് എന്ന് പറയുന്നത് 11 to 46 T ആട്ടോ വരുന്നത്. ഈ 46 എന്ന് പറയുന്നത് നമുക്ക് കയറ്റങ്ങൾ കയറാൻ വളരെ യൂസ്ഫുൾ ആട്ടോ. ഞാൻ ഈ ഓടിച്ചതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ കയറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിറോളർ ഉണ്ടോ, ഇത് ലോങ് കേജ് ആണ് വരുന്നത്. അതായത് ഇത്രയും ഗിയർ നമ്മളെ കാസറ്റിൻ്റെ ഇത്രയും ടീത്തിൽ വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോങ് ഗേജ് ടീത്താണ് യൂസ് ചെയ്യുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1x9 യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അറിയാണ്ട് ഇതിൻ്റെ ക്രാങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് റോളറും അതുപോലെ തന്നെ ഇതിൻ്റെ ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പോയി. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ റൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബേക്കുകളിൽ നമ്മളെ കാസറ്റ് മാറ്റിയിട്ട് 36 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും വർക്കാവുന്ന രീതിയിലാവും. ഇപ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കയറ്റങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗിയർ സെറ്റ് ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാറ്റങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതിന് ഫുള്ള് പെയിൻ്റ് അടിച്ചു. അതായത് വേറെ സ്ഥലത്ത് നമ്മൾ കൊടുത്തില്ല പെയിൻ്റ് അടിക്കാനായിട്ട്, നമ്മൾ തന്നെ ഇതിന് ഫുള്ള് പെയിൻ്റ് അടിച്ച്. അതുപോലെ തന്നെ ഇവിടെ ഒരു പെയിൻ്റ് അടിച്ച്, അത് കുളമായിട്ടുണ്ട്. എന്നാലും കുളമായതാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് റെഡിയാക്കി. അതുപോലെ തന്നെ സീറ്റ്, വേറൊരു സീറ്റ് ഇട്ടുണ്ട് പുതിയ, എന്നാലും അത് ചെറിയൊരു കീറ് വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ ബെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയത് തന്നെ. ഷിഫ്റ്ററും അതുപോലെ തന്നെ 2x9 ഷിഫ്റ്ററാണ്. നമ്മൾ ശരിക്കും ഈ ഭാഗം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് പുതുതായിട്ട് ഒന്നും കൂടി ഒട്ടിച്ചാൽ കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടിയിട്ടായിട്ട് ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, എന്നാലും സീനൊന്നുമില്ല. നല്ല തിളങ്ങുന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മളെ സൈക്കിള്. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ കണ്ടോ, വാണ്ടറിങ് വേണ്ട. അതുപോലെ തന്നെ ഗിയറും കാര്യങ്ങളും മാത്രമേ മാറ്റുള്ളൂ മെയിനായിട്ട്. പിന്നെ നമ്മൾ ബ്രേക്ക് സാധനം സെയിം തന്നെ, വി ബ്രേക്കാണ്, കുറച്ചുകൂടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഹബ്ബും നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. 9 സ്പീഡിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ 7 സ്പീഡിലായിരുന്നു ഓൾറെഡി കിടന്നത്, 3x7 കിടന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് 9 സ്പീഡിലേക്ക് ആക്കിയതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തുരുമ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ സ്പോക്ക് വീല്. ബേക്കിൽ നമ്മൾ സ്പോക്ക് ഫുള്ളായിട്ട് മാറിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സൈക്കിളിൻ്റെ അപ്ഗ്രേഡും കാര്യങ്ങളും. അപ്പോൾ ഇത് കൊണ്ട് എന്താ യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ വളരെ പതുക്കെയാണെങ്കിലും നമ്മൾ കയറി അങ്ങ് പോകും. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടിയിട്ട് പോകുന്ന പരിപാടിയല്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണെങ്കിലും കുറച്ച് ധൃതി പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് വളരെ സ്ലോയിലാണ് പോകാൻ പോകുന്നത്. ഒരു 30 40 ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുമോ അത്രയും സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്ത് കുറേ അനുഭവങ്ങൾ പങ്കിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം നമ്മൾ യാത്ര പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇതിൻ്റെ ബേക്കിലുള്ള കാരിയർ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പാർട്സും ഇല്ല ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 സാധനം സൈക്കിൾ ആക്സസറീസൈസ് ഇപ്പോൾ 2 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. ഒന്ന് നമ്മളെ സ്റ്റാൻഡ്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഒരു 272 അങ്ങനെ എന്തോ റേറ്റ് ആയിരുന്നു വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം നിൽക്കുന്ന അറിയില്ല. ഡെക്കാത്ലോൻ്റെ ഒരു കോപ്പി ടൈപ്പാണ് വരുന്നത്. ഇത് എത്രത്തോളം ഇത് വർക്കാവുമെന്ന് അറിയില്ല, കാരണം ലോഡൊക്കെ വരുന്നതുകൊണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് നമ്മളെ റിയർ കാരിയർ ആട്ടോ. ഇത് നമ്മളെ ഡെക്കാത്ലോൻ്റെ സാധനമാണ്.
രൂപ വരുന്നുണ്ട് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ബേക്കിൽ. അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ നിൽക്കും. കഴിഞ്ഞ വർഷം കൊണ്ടുപോയത് പെട്ടെന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇത് സാധനമൊക്കെ സെറ്റാണ്. നമ്മളെ ഈ ഇതിൻ്റെ ഉള്ളിലാണ് ഫിറ്റ് ചെയ്യുക. അതൊക്കെ സെറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇതിൻ്റെ വേറൊരു സാധനമുണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ അകത്തൊരു സാധനം വരുന്നുണ്ട്. ഈ ഒരു സാധനം കണ്ടോ? ഇത് ഈ ഭാഗത്ത് ഇവിടെ കാണുന്ന ഭാഗമില്ല, ഈ ഓട്ട, ഈ ഹോള് നമുക്ക് ഇവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനുള്ള ഹോളില്ല. ആകെ നമ്മുടെ സൈക്കിളിനുള്ളത് ഈ ഒരു ഹോളാണ്. ഈ സൈക്കിൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ട്രേൻ്റെ ട്രാൻസ്പ്രോ എന്നൊരു സാധനം കേട്ടോ. 2019 ഇറങ്ങിയ മോഡലാണ്. അതാണ് നമ്മളിങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഹോളില്ല. അപ്പോൾ അതൊന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഞാൻ വെൽഡ് ചെയ്തിട്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ ടൈറ്റ് ചെയ്യും. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇത് ആദ്യം മാറ്റി വെക്കട്ടെ. ഇത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അവിടെ ഫിറ്റ് ചെയ്യും. ഇങ്ങനത്തെ 2 വെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതാണ് നമ്മളെ കാരിയറിൻ്റെ അവസ്ഥ. കാരിയർ ഡെക്കാത്ലോൺ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഇനി ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഡൽഹി മാർക്കറ്റ് നമുക്ക് ഫ്രണ്ടിലേക്കൊരു കാരിയർ വെക്കണം. നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന ഐറ്റംസ് ആട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതെന്തെല്ലാം നമ്മൾ സിംഗിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ ടെൻറ്റാട്ടോ. ഈ ടെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് 2% ടെൻറ്റായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ 3% ആട്ടോ. അതായത് 2 പേർക്ക് കിടക്കുകയും ചെയ്യുക. ഒരു സൈഡിൽ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള ടെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൈക്കിള് ഗിയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓയിലൊക്കെ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. അതുപോലെ തന്നെ ഇത് ചെയിൻ്റെ ലൂബായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യം വരും. ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയിനും അതുപോലെ തന്നെ കാസറ്റൊക്കെ കേടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ്, എന്തായാലും എടുക്കേണ്ട സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമ്മളെ ടൂൾ കിറ്റാട്ടോ. ഇതെന്തോ ഓഫർ കിട്ടിയപ്പോൾ 80 രൂപക്കെങ്ങാനും മേടിച്ചതാണ്. ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാട്ടോ. അത്യാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം പോയത്. അപ്പോൾ ഇത് സെറ്റാണ് സാധനം. പിന്നെ ഇതൊരു ടോർച്ചാട്ടോ. ഇത് ഞാൻ ചാർജില്ല. ഇത് 3 ലൈറ്റ് കത്തും. ഒന്നിങ്ങനെ, പിന്നെ ഫസ്റ്റ് തന്നെ ഇത് ഈ ഫസ്റ്റ് തന്നെ ഉള്ളത് തന്നെ നമുക്ക് ലോങ് ആയിട്ടും ഷോർട്ടായിട്ടും കിട്ടും. ചാർജ് തീരെ ഇല്ല കേട്ടോ. ഇത് ഓഫാകാനായിരിക്കും. ഞാൻ ഈസി ആയിട്ട് വെച്ച സാധനമാണ്. 1 മണിക്കൂറോളം ഇതിൻ്റെ ചാർജ് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് ബ്രേക്ക് പാഡ് 1 എക്സ്ട്രാ ഉണ്ട്. ഇനി 1 കൂടി വാങ്ങാനുണ്ട്. പിന്നെ ഇത് നമ്മളെ പവർ ബാങ്ക് ആട്ടോ. ഓറൈമോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 1100 ആയി. 20,000 mAh ആണ്. 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തീരുന്നെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് നമ്മളെ ആം സ്ലീവ് ആട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ 100 രൂപയുടെ ലോക്കൽ ആം സ്ലീവും കൊണ്ടായിരുന്നു പോയത്. ഇപ്രാവശ്യം നമ്മളിത് ഡെക്കാത്ലോൺ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. 400 രൂപ ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മളെ ഇതിൻ്റെ ക്ലോത്ത് തന്നെ നല്ല കട്ടിയുള്ള ക്ലോത്താണ്. നമ്മളെ നോർമൽ 100 രൂപക്കൊന്നും ഇതുമായിട്ടൊന്നും പറ്റൂല ഒന്നും ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് നമ്മളെ ഗ്ലൗസ് ആട്ടോ. ആരോ മാക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ നമ്മൾ ഗ്ലൗസ് വാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ കമ്പനീൻ്റെ സാധനം തന്നെയായിരുന്നു വാങ്ങിയത്. അപ്പോൾ അത് കുറച്ചുകൂടി വലുതായിരുന്നു. അതായത് കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കണമായിരുന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ആ കമ്പനീൻ്റെ തന്നെ ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ പഞ്ചർ കിറ്റാണ്. നമ്മൾ ഒട്ടിക്കുന്നതും പിന്നെ ടയർ നമ്മളെ വീലിന് ടയർ ഊരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാട്ടോ. ഇത് ബിറ്റ്ബീൻ്റാണ്. ഇതും ഡെക്കാത്ലോണിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ സ്റ്റീലിൻ്റെ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ വീലിന് എന്തെങ്കിലും പറ്റിക്കണേ പണിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മളെ പമ്പ്. ഇങ്ങനത്തെ ഒരു പമ്പും കൊണ്ടുവന്നിട്ട് പിന്നെ കഴിഞ്ഞ വർഷം കൊണ്ടുപോയ പോലെ തന്നെ വലിയൊരു പമ്പും കൊണ്ടുവന്നിട്ട്. ഇത് കയ്യിലിങ്ങനെ പിടിക്കുന്ന വെയ്റ്റ്ലെസ് ആണ് മറ്റേനെക്കാട്ടിയും. പക്ഷേ നല്ലോണം കൊടുക്കാൻ പറ്റുന്നില്ല എയർ. പിന്നെ നമ്മളെ ടവൽ. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയാണ്. അത് സെയിം സാധനം തന്നെയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. ഒരു മാറ്റമില്ല. ഇത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ പഴയ ഹെൽമെറ്റ് തന്നെ, സ്ട്രോസിൻ്റെ പഴയ ഹെൽമെറ്റ് തന്നെ. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ട്രിപ്പിനും കൊണ്ടുവന്നത്. പിന്നെ ഉള്ളത് നമ്മളെ സ്നോ ജാക്കറ്റ്. അതായത് നമ്മൾ നേപ്പാൾ പോകുന്നുണ്ട്, സിക്കിം പോകുന്നുണ്ട്, അരുണാചലിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും സ്നോ ജാക്കറ്റ് ആവശ്യം വരും. ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു 1200 രൂപക്ക്. അപ്പോൾ ആ സാധനം തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ തണുപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാധനം തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് നമ്മളെ സെറ്റർ. കഴിഞ്ഞ വർഷം ഇത് കൊണ്ടായിരുന്നു പോയത്. 2 ട്രിപ്പിന് ഇതുണ്ടായിരുന്നു നമ്മളെ. അപ്പോൾ ഇത് തണുപ്പത്ത് എന്തായാലും ആവശ്യം വരും. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ സാധനം തന്നെ സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ നോർമലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഗ്ലൗസ്.
ഇത് തണുപ്പത്ത് നമുക്ക് ഇത് ഇട്ടുകൊണ്ട്, അതായത് നമ്മളെ ഇതൊക്കെ പറയില്ല, തെർമൽ എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് സെറ്റപ്പ് കേട്ടോ. ഇതിട്ടിട്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാനും തണുപ്പത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മളെ നല്ലോണം സ്നോ ഒക്കെ വരുമ്പോൾ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഗ്ലൗസാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന നേരം ഇതും കൂടി ഇട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പിന് നമുക്ക് വാമായിട്ട് കിട്ടും. അപ്പോൾ ഈ സ്നോ ഉള്ള സ്ഥലത്ത് മാത്രമേ അത് യൂസ് ആവുള്ളൂ. നമ്മൾ പോകുമെന്നറിയില്ല, എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കയ്യിൽ എടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് നമ്മളെ പാൻറ്റാട്ടോ. ഇത് യുനെക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നല്ല മെറ്റീരിയലാണ്, പോളിസ്റ്റർ ടൈപ്പാണ് വരുന്നത്. വെയ്റ്റ്ലെസ്സുമാണ്, അത്യാവശ്യം കുറച്ച് വെയിറ്റേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം കൊണ്ടുപോയതിനെക്കാട്ടിയും വെയിറ്റ് കുറവാണ്. നല്ല എന്താ പറയുക, ലൂസായിട്ട് എടുക്കുന്ന ഒരു ടൈപ്പ് പാൻറ്റാണ്. അങ്ങനെ തന്നെ 3 കളർ, ഒന്നിത് ഇങ്ങനെ 3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ടീഷർട്ട്, ഇത് ഡെക്കാത്ലോണിൻ്റെ കേട്ടോ. ഇത് നമ്മളെ നോർമൽ പണ്ടത്തെ 299 റുപ്യേൻ്റെ ഡെക്കാത്ലോണിൻ്റെ സാധനം തന്നെ. പിന്നെ ഉള്ളത് 2 എണ്ണം. ഇത് നമ്മളെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ടെക്നോ സ്പോർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ ടീഷർട്ട്. നല്ല സ്മൂത്താണ്. അതിൻ്റെ എയറൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തബിൾ ആയിട്ടുള്ള ടീഷർട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഡെക്കാത്ലോൺ 299 ഈ കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടെക്നോ സ്പോർട്സിൻ്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നോർമൽ ഒരു ടീഷർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ഷോർട്സ് കേട്ടോ. ഈ ടൈപ്പ് ഷോർട്സാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, 2 എണ്ണം. ഈ ടൈപ്പ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. നല്ല അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത് കുറേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നതും. പിന്നെ നമ്മളെ റെയിൻകോട്ടാണ്. റെയിൻകോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ഇത് കണ്ടാൽ മനസ്സിലാവും. 170 രൂപ. ഈ പെയിൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ കോട്ടും ഉണ്ട്. മറ്റേത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്തബിളാണ്, മറ്റേത് ഇത് ബ്രീത്തബിൾ അല്ല. പക്ഷേ നമുക്ക് അല്ലറ ചില്ലറ ചെറുപ്പം മാത്രമേ യൂസ് ആവുള്ളൂ. അവിടെ മഴക്കാലമാണെന്ന് അറിയേയില്ല. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്ററായിട്ട് പോകുന്നത്. പിന്നെ പെട്ടെന്ന് കീറുന്ന മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിൽ കയറില്ല. അപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇതെടുക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് നമ്മളെ വൈപ്സ് കേട്ടോ. ഇത് അത്യാവശ്യം എന്തെങ്കിലും യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാൽ ഇത് ക്യാരി ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ സൺസ്ക്രീൻ കേട്ടോ. എന്തായാലും നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്. രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമ്മൾ സൈക്കിളിൽ മസ്റ്റായിട്ട് പോകേണ്ടതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 7 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിയൊക്കെ ആകും നമ്മൾ നിർത്താനായിട്ട്. അപ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ വേണം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മുതലാവില്ല സാധനം, നല്ല റേറ്റിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ UV ഡോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വാങ്ങിയത്. ഇത് പ്രൊമോഷൻ ഒന്നല്ല, നല്ല സാധനമാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. സൺ പ്രൊട്ടക്ഷന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ വെള്ളം നമ്മളിങ്ങനെ വേർത്തായിരിക്കും എപ്പോഴും പോവുക. അപ്പോൾ സാധാരണ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 250 300 വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അധികം എന്താ പറയുക, മുഖത്ത് നിൽക്കില്ല, പെട്ടെന്ന് ഒലിച്ചൊലിച്ച് പോകും. ഇതാകുമ്പോൾ അവിടെ കിടക്കുകയും ചെയ്യും. പിന്നെ ഈ സ്കിന്നിന് പറ്റാത്ത കുറച്ച് കെമിക്കൽസിൻ്റെ സാധനങ്ങളുണ്ട് കുറേ സൺസ്ക്രീനിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സൺസ്ക്രീൻ എടുത്തത്. ഇതിൽ അങ്ങനത്തെ എന്താ പറയുക, നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഇതൊന്നുമില്ല ഇതിനകത്ത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കി വാങ്ങിച്ചാൽ കേട്ടോ. ഇത് ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ എടുത്താണ്. 1000 സംതിങ്ങിൻ്റെ 600 രൂപ സംതിങ് ആയിട്ട് ഒറ്റ ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറായിട്ട് ഓഫർ കിട്ടിയപ്പോൾ ഓൺ ദ സ്പോട്ടിൽ വാങ്ങിച്ചാണ്. പിന്നെ ഇത് നമ്മളെ ഷവലെന്ന് പറയും, ഷവൽ തന്നെ കുഴിക്കുന്നത്. ഇത് ചെടിയൊക്കെ കുഴിച്ചിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ കൊണ്ടുപോകുന്നത് വേറൊരു ആവശ്യത്തിനാണ് കേട്ടോ. അത് ഞാൻ പോകുന്ന വഴിക്ക് വീഡിയോയിനകത്തൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് നമ്മളെ ഫേസ് വാഷാണ്. നല്ല ഫേസ് വാഷിന് വാങ്ങി. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് മുഖത്ത് സ്കിന്നിന് മൊത്തം പൊടിയും കാര്യങ്ങളായിരിക്കും. റോഡില്ലാത്ത സ്ഥലത്തൂടെയും പല വഴിക്കൂടെയും നമ്മൾ പോകും. അപ്പോൾ സൺസ്ക്രീൻ ഉണ്ട്, പക്ഷേ സൺസ്ക്രീൻ കൈ കളയാൻ നല്ല ഫേസ് വാഷ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണിത്. എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പണിയാവും. പിന്നെ ഉള്ളത് നമ്മളെ ബന്ധന കേട്ടോ. ഇതും ഡെക്കാത്ലോണിൻ്റാണ്. നല്ല സാധനം തന്നെ നോക്കി വാങ്ങിച്ച് 50 രൂപയ്ക്ക് അവിടെയൊക്കെ കിട്ടും. പക്ഷെ എന്നാലും നല്ലൊന്ന് വാങ്ങണമെന്ന് കുറേ വിചാരിക്കുന്നു, അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം. ഇതാ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. 500 രൂപയായി. ഇത് UV പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. പിന്നെ പോളറൈസ്ഡും കൂടിയാണ് അത്യാവശ്യം. അപ്പം നമ്മൾ പഴയ സ്ലീപ്പിംഗ് ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല കട്ടിയുള്ള സാധനമാണ്. തണുപ്പത്തൊക്കെ നല്ലോണം യൂസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഈ ക്യാപ്പും കൂടി ഉണ്ട്, ഹെഡിന് കവറും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി മൂടുമ്പോൾ നമുക്ക് തലയും കൂടി നല്ല രീതിയിൽ ചൂടായി കിട്ടും. അപ്പോൾ നല്ലൊരു 800 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണിത്. 800 രൂപയ്ക്ക് വാങ്ങിയ സ്ലീപ്പിംഗ് ബാഗാണ്. പക്ഷേ നല്ലോണം യൂസ് ആയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ
മെയിൻ സാധനം. നമ്മൾ കുക്കിംഗ് ഒക്കെ ആയിരിക്കും മിക്ക സ്ഥലത്തും ചെയ്യുന്നത്, തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന് കൊണ്ട് തന്നെ ഫുൾ ടൈം കുക്കിംഗ് ആയിരിക്കും മിക്ക സമയത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു ചെറിയൊരു സ്റ്റൗ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു സ്റ്റൗ. അപ്പോൾ ഇത് നമ്മൾ ബ്യൂട്ടേൻ ഗ്യാസ് എന്ന് പറയുന്ന സാധനമുണ്ട്, ചെറിയ കുറ്റിയാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ലാസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ അകത്തൊക്കെ. അപ്പോൾ ആ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മളെ ചെറിയ സിലിണ്ടറാണ് ഇത് കത്തിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡൽഹി മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഫുള്ളായിട്ട് അലിഞ്ഞ് തിരിഞ്ഞ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും. പിന്നെ നമ്മളെ പെപ്പർ സ്പ്രേ, ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ നമുക്ക് യൂസ് വരും, അതുകൊണ്ടാണ് പെപ്പർ സ്പ്രേയും കൊണ്ട് പോകുന്നത്. ചില സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വെറുതെ നമ്മൾ ഇത് യൂസ് ചെയ്യൂല. പിന്നെ നമ്മളെ പുതിയ കുക്കിംഗ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതായത് നമ്മൾ ഫുള്ള് കുക്കിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വലിയ സാധനം കൊണ്ടായിരുന്നു പോയത്, അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെറിയ കുക്കിംഗ് സെറ്റ്, അതായത് മിനിയേച്ചർ ടൈപ്പ്, നമ്മൾ ഒരു പേർക്കോ രണ്ടാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനം. ഫസ്റ്റ് തന്നെ നമുക്ക് മാഗി, ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചോറ് വെക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കുള്ള ചോറൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതിൻ്റെ ചെറിയ തവ, അതുപോലെ തന്നെ ചെറിയ സ്പൂണ്, ഇത് കഴുകേണ്ട സ്പോഞ്ച്, പിന്നെ 2 ചെറിയ പാത്രവും പിന്നെ ഒരു ചെറിയൊരു ഇളക്കുന്ന സാധനമുണ്ട്, അത് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഉള്ളത് ഒരു മുട്ട ഓംപ്ലേറ്റ്, അതുപോലെ തന്നെ ചെറിയ പച്ചക്കറികൾ, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ചെറിയൊരു തവയും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണുള്ളത്. 1200 രൂപേൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഇതിന് രണ്ടും കൂടിയിട്ട്. അപ്പോൾ നമുക്ക് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ചെറിയ സാധനമല്ല, അപ്പോൾ നമുക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാനൊക്കെ യൂസ് ആയിരിക്കും. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാനും നല്ല ടൈം എടുക്കും, കുറച്ച് വലുപ്പം ഉണ്ടാവും. അപ്പോൾ ഈ വലുപ്പം വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും നമുക്ക് ബെറ്ററായിട്ട് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചാട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ ഓൾഡ് ബേക്കിൽ വെക്കുന്ന പാനിയർ ബാഗില്ലേ, നമ്മൾ ഡെക്കാത്ലോന്ന് വാങ്ങിച്ചതാണ് പണ്ട് 1800 രൂപക്ക്. ഇതിൻ്റെ കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഇതുണ്ടോ, ഇവിടെയൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോയത് കേട്ടോ, പക്ഷേ ഉള്ളിൽ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ട്രിപ്പിനും കൊണ്ടുപോകുന്നത്, ഒരു മാറ്റമില്ല, വേറെ പുതിയൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ നമ്മളെ മാറ്റ്, സ്ലീപ്പിംഗ് മാട്രസ് എന്ന് പറയുന്ന സാധനമില്ലേ, സാധാരണ നോർമലി ആൾക്കാർ പോകുമ്പോൾ നമ്മളെ ഡെക്കാത്ലോന്നോ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ യോഗേൻ്റെ ഇത് കിട്ടും, മാറ്റായിട്ട് കിട്ടും, ചെറിയ കട്ടികളെ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ അത്ര തന്നെ ഇതിനും വെയിറ്റുള്ളൂ, ശരിക്കും വളരെ വെയിറ്റ് കുറവാണ്. 150 രൂപയ്ക്ക് വാങ്ങിച്ചാട്ടോ, നല്ല കട്ടിയുള്ള സാധനമാണ്. നമ്മളെ സൈക്കിളിൽ ബേക്കിൽ വെക്കുന്നതിനും കുറച്ച് വലുപ്പമായിട്ട് തോന്നുന്നേ ഉള്ളൂ, പക്ഷേ നല്ല യൂസാണ്. ഇതാണ് നമുക്കൊരു ബെഡിൽ കിടക്കുന്ന അതേ ഒരു ഫീൽ കിട്ടും. ബെഡിൽ കിടക്കുന്ന നമുക്കൊരു സോഫ്റ്റ്നെസ് ഇല്ലേ, അതുപോലെ കിട്ടും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒന്നും ഉള്ളിലേക്ക് കിടക്കില്ല. നിങ്ങൾ ഈ മൂന്നാർ, അതുപോലെ തന്നെ വട്ടവടയൊക്കെ ടെൻറ്റ് ക്യാമ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ക്യാമ്പൊക്കെ സെറ്റാക്കി കിടക്കില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനത്തെ മാട്രസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ. ആ ടൈപ്പ് സാധനം കേട്ടോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിനും വാങ്ങിച്ചാണ്. പിന്നെ നമ്മളൊരു സെറ്റ് ചെരുപ്പ് എടുക്കുന്നുണ്ട്, അതുപോലെ കെച്ചുവിൻ്റെ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് കുറേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ കല്ലും മണ്ണൊക്കെ ഉള്ള റോഡായിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഗ്രിപ്പുള്ളത് തന്നെ വാങ്ങിച്ചാട്ടോ. ഇതൊക്കെ ഡെക്കാത്ലോന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഡെക്കാത്ലോന്ന് തന്നെ വാങ്ങിക്കുന്നത്. ഞാൻ ഒരു വർഷം പോയിട്ട് എനിക്ക് കിട്ടിയ അനുഭവം കൊണ്ടാണ് ഞാൻ സെയിം അത് തന്നെ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു ബാഗാട്ടോ ഇത്. നമ്മളെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക, നമ്മളെ ഹാൻഡിൽ ബാറിൻ്റെ അടുത്ത് ഇങ്ങനെ തൂക്കിയിടും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് ക്യാമറ ക്യാമറയാണ് നമ്മൾ അതിൻ്റെ മുമ്പിൽ വെക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളെ കയ്യിലിപ്പോൾ ഒരു GoPro Hero 9 ഉണ്ട്, അപ്പോൾ അതും അതിൻ്റെ ഉള്ളിൽ വെക്കും, കാരണം പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാനായിരിക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഇതിൻ്റെ ബാഗിൻ്റെ ഉള്ളിലായിരുന്നു വെച്ചത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ ക്യാമറ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു സാധനം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്ന എന്തൊക്കെയാണുള്ള കാര്യങ്ങൾ. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രിപ്പിന് എടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടിയുണ്ട്, അത് വാങ്ങണം എന്തായാലും, ഷോപ്പിൽ നിന്ന് എവിടെ നിന്നെങ്കിലും വാങ്ങണം. ഒന്നെങ്കിൽ ഡൽഹിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് കോഴിക്കോട് തന്നെ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ് വാങ്ങാനുള്ളത്, പിന്നെ ടയറും ട്യൂബും കൂടി വാങ്ങാനുണ്ട്, അതും നമ്മൾ ഡൽഹിയിൽ നിന്നായിരിക്കും മേടിക്കുക, ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. അതുപോലെ നമ്മളെ സൈക്കിളിൻ്റെ കാരിയർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മൾ കാണിച്ചു തന്ന വീഡിയോയിൽ കാണിച്ച കാരിയർ നമ്മൾ സൈക്കിളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകും നമ്മളെ സൈക്കിളിൻ്റെ ലുക്ക്. അപ്പോൾ കറക്റ്റ് കാരിയർ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റേ ഒരു എൽ ക്ലാമ്പൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ടൈറ്റ് ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ടയറിന്,
അപ്പോൾ അത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ബെൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് കറക്റ്റ് ഫിറ്റിംഗ് ആട്ടോ, ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റായി. ഇനി ഫ്രണ്ടത്തെ കയറ്റം കൂടി വെച്ചാൽ മതി. അപ്പം നമ്മൾ പോകുന്നേരം കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യത്തെ ട്രിപ്പിന് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസത്തേനെക്കാട്ടി 1-2 സാധനങ്ങളായിട്ടും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഇച്ചിരി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെൻറ്റിന് തന്നെ ഓൾറെഡി 2.5 കിലോ വെയിറ്റ് ഉള്ളത് 3.5 കിലോ ആയിട്ടുണ്ട്. 1 കിലോ കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു ട്രൈപ്പേഡും കൂടി എക്സ്ട്രാ വരും 1 കിലോൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് 2 കിലോ 3 കിലോൻ്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതിനെക്കാട്ടിയും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ സൈക്കിള് റെഡിയാക്കിയത്, അതായത് വർക്ക് ചെയ്തത് കഫേ വർക്ക് സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിലൊരു ഷോപ്പുണ്ട്. നമ്മളെ കറക്റ്റ് സ്റ്റേഡിയം ജംഗ്ഷനില്ലേ, അവിടുന്ന് ഓപ്പോസിറ്റ് പുതിയ റഹ്മത്തിൻ്റെ സൈഡിൽ തന്നെ നമ്മളെ സൈക്കിൾ ഷോപ്പ് കാണാൻ പറ്റും. മിക്ക സൈക്കിൾ അറിയുന്ന ആൾക്കാർ മൊത്തം അവിടെ മിക്ക ആൾക്കാർക്കും അറിയാം കഫേ വർക്ക് സ്റ്റാറ്റ് എവിടെയാണെന്നൊക്കെ. അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടോ. ഇതാട്ടോ നമ്മളെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുള്ള് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉണ്ടായ ചളിയാണ് ഫുള്ളായിട്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഭാഗത്തൊക്കെ ചളി കയറിയിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ചളി കയറിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഫ്രണ്ടിലത്തെ സ്പോക്ക് തുരുമ്പിച്ചിട്ടുള്ളത്, അതിനെന്തെങ്കിലും ഒരു വഴി നോക്കണം. നമ്മൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കഫേ വർക്ക് സ്റ്റാറ്റ്. ഇതാട്ടോ നമ്പർ. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഉണ്ട്. 6:30 വരെയാണ്, വൈകിട്ട് 6:30 വരെയാണ് വർക്കിംഗ് ടൈം. കഫേ വർക്ക് സ്റ്റാറ്റ് എന്ന് പറഞ്ഞ സൈക്കിളിൻ്റെ മാത്രം പല ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റംസും കിട്ടും ഇവിടെ സൈക്കിളിൻ്റെ. നോക്കിക്കേ, ചെയിൻ ലൂബുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ലൂബുണ്ട്, ഡിഫറെൻറ്റ് വെതറിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ലൂബുണ്ട്. അതേപോലെ സൈക്കിളിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മളെ മെയിൻ ആള്. അത് കഴിഞ്ഞ് വരെ വർക്ക്ഷോപ്പ് ഇവിടെയാണ്. ഇതാണ് ഇവരുടെ പേര് രാംനാഥ് ബ്രോ ആണിത്. പുള്ളിയാണ് മെയിൻ മെക്കാനിക്ക്. അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും കൂടി വർക്ക് ചെയ്യും കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളെ സൈക്കിൾ ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനി ഒരു ഗിയറിലല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് സിംഗിൾ ഗിയർ ആവശ്യത്തിനിടാം. അതായത് നമ്മൾ ശരിക്കും 2x9 ചെയ്യാൻ നോക്കിയായിരുന്നു, പക്ഷേ കസറ്റ് മാറിപ്പോയില്ലേ. കസറ്റ് മാറിപ്പോയി എടുത്തത്. എന്നാലും ഇപ്പം സെറ്റാല്ലേ, 1x9 സെറ്റാണ്. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഇന്നലെ രാത്രി പോയി എത്തി. നമ്മൾ സ്ഥലം കാണിച്ചു തരാം. ഇത് നമ്മളെ സ്റ്റേഡിയം ജംഗ്ഷൻ ആട്ടോ. സ്റ്റേഡിയം ജംഗ്ഷനിൽ നമ്മൾ തോട്ടത്തിൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കഫേ വർക്ക് സ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഏരിയ കാണിക്കും. കഫേ വർക്ക് സ്റ്റാറ്റ്. അപ്പോൾ അവിടുന്ന് നമ്മൾ നല്ല രീതിയിൽ അവർ നമുക്ക് സൈക്കിൾ പണി ചെയ്ത് തന്നു. എല്ലാം നല്ല സെറ്റാക്കിയിട്ട് ചെയ്തു. അവർ മാക്സിമം ശ്രമിച്ചാണ് 2ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ടിങ് തന്നെ കിട്ടിയപ്പോൾ 2ലേക്ക് ആയിരുന്നു, പക്ഷേ കുറച്ച് അങ്ങോട്ട് ഓടിയപ്പോൾ അതിൻ്റെ തനിക്കോണം കാണിച്ച് അത് 1ലേക്കായി. എന്നിട്ട് അവർ 1ലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി തന്നു. പിന്നെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിലൊക്കെ അവരെ കോൺടാക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വണ്ടി പണിക്ക് സൈക്കിളൊക്കെ വർക്കിന് കയറ്റുന്നുണ്ടെങ്കിൽ കഫേ വർക്ക് സ്റ്റാറ്റ് തന്നെ കൊണ്ടുപോകും. അടിപൊളി സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ അവർ മാക്സിമം റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് പ്രൈസ് തന്നെ വാങ്ങിക്കുള്ളൂ, കൂടുതലൊന്നും വാങ്ങിക്കില്ല. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ ഇപ്പം ഫ്ലിപ്കാർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ കിട്ടുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടാണ് ഓരോന്ന് സെറ്റാക്കിയത്. ഓരോ മാസത്തെ സാലറി ഇങ്ങനെ വെച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചതും അതുപോലെ തന്നെ സൈക്കിളിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തതും ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ്. അപ്പോൾ കുറച്ച് പൈസ പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതെല്ലാം ചെറിയ ലോ ബഡ്ജറ്റ് ട്രിപ്പാട്ടോ. വലിയ ഹ്യൂജ് വെച്ച് വലിയ സ്ഥലത്തൊക്കെ റൂമൊക്കെ എടുത്ത് അങ്ങനത്തെ ട്രിപ്പൊന്നുമല്ല. കാണുന്ന സ്ഥലത്തൊക്കെ ടെൻ്റ് അടിച്ച് അതുപോലെ തന്നെ കുറേ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരായിട്ട് സംസാരിച്ച് എന്താ പറയുക, നല്ലൊരു കണക്ഷൻ കിട്ടും നമുക്ക്. നമ്മൾ എന്താ പറയുക, ഓർമ്മകളില്ലേ, കുറേ ഓർമ്മകൾ നമുക്ക് കിട്ടും. അതുപോലെ ജീവിതം കുറേ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന പോലെ നമ്മൾ എല്ലാം കണ്ടായിരിക്കും പോകുന്നത്. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഞെട്ടിപ്പോയി, ഇവരാണോ നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയിലൊക്കെ തോന്നും. അപ്പോൾ ഇവരുടെയൊക്കെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോൻ്റെ അകത്ത്. കുറേ ഗ്രാമം, അതായത് നേപ്പാളിലെ ഉൾഗ്രാമങ്ങൾ, അതുപോലെ തന്നെ സിക്കിമിലെ ഗ്രാമങ്ങൾ, അതേപോലെ അരുണാചൽ പ്രദേശ് എനിക്ക് കുറേ സ്ഥലങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ള കുറേ ഗ്രാമങ്ങളുണ്ട്, നല്ല രസമുള്ള ഗ്രാമങ്ങളൊക്കെയാണ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ വീഡിയോൻ്റെ അകത്ത് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതായത് ഇതുവരെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എൻ്റെ അക്കൗണ്ടിന്, ഇനി അഥവാ റീച്ച് കയറിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇഷ്ടപ്പെടുന്ന ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അവർക്കൊക്കെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ഈ ചെറിയൊരു സംരംഭത്തിനെ വലുതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലത്തേക്ക് പോകാൻ പറ്റും. മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്
കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ആൾക്കാരിലേക്കൊക്കെ എത്തുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം ഒന്നും ഇതുവരെ നമുക്ക് വർക്കായിട്ടില്ല, ഇനി വർക്കാവുമെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തീർക്കുന്നു. ബൈ.